ായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങൾ ജന്മമെടുത്തു. അങ്ങനെ പ്രജാപതി ഇത്രയും വലിയ ഒരു സൃഷ്ടി നടത്തിയെങ്കിലും സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ വർദ്ധിക്കാതിരുന്നതിനാൽ അദ്ദേഹം തന്റെ ശരീരത്തെ രണ്ടായി വിഭജിച്ചു. അപ്പൊ ബ്രഹ്മാവ് ഇങ്ങനെ ഓരോ ആൾക്കാരെ ഉണ്ടാക്കി വിടുന്നുണ്ട്. പക്ഷെ ഇവര് വിവാഹം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഉണ്ടാവണ്ടേ, പക്ഷെ ഇവരാരും തന്നെ അത് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ പ്രജാസൃഷ്ടി നടക്കണില്ല. അപ്പം ബ്രഹ്മാവിന് ദേഷ്യം വരികയാണ്. ഇതെന്താ ഇങ്ങനെ, പ്രജകൾ ഉണ്ടാവണ്ടേ, പ്രജാതൽപരനാവണമെങ്കിൽ നിറയെ ആളുകൾ വേണ്ടേ, അതിനു വേണ്ടിയിട്ട് അത് വർദ്ധിക്കാതിരുന്നപ്പോ അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ ശരീരത്തെ അങ്ങനെ രണ്ടായി വിഭജിച്ച. എന്നിട്ട് ഒരു പകുതി പുരുഷനും മറുപകുതി സ്ത്രീയുമായി തീർന്നു. അപ്പൊ പുതിയ ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ സ്ത്രീയും പുരുഷനും വേണം. അപ്പൊ ഇവര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവർക്കാർക്കും അതിന് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോ എന്ത് ചെയ്യും, അവിടെ ജനറേഷൻ കുറയും. അപ്പൊ നമ്മുടെ ബ്രഹ്മാവ് വിചാരിച്ചു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തെ മുറിച്ച് ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതി സ്ത്രീയുമായി മാറുകയാണ്.